സംസ്ഥാനത്തെ 50 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷനുകാരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം 16 ക്ഷേമനിധി ബോർഡുകളിലെ ക്ഷേമനിധി പെൻഷനുകളും വിതരണം ചെയ്യുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങി. 1600 രൂപ വീതം 2 തവണയായിട്ടാണ് 3200 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. ഇതിന് കാരണം ഓരോ മാസത്തെയും പെൻഷൻ പ്രത്യേകമായി അയക്കുന്നത് കൊണ്ടാണ്. 1600 രൂപ ലഭിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പലർക്കും അടുത്ത 1600 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. 2023 ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കുടിശ്ശികയായ ക്ഷേമ പെൻഷനുകളാണ് ഇപ്പോൾ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നിവ വാങ്ങുന്ന 6,88,000 ഗുണഭോക്താക്കൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര സർക്കാർ വിഹിതം കൂടി സംസ്ഥാനം ഇപ്പോൾ വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുക എത്തിച്ചേർന്നവരിൽ പലർക്കും 200 രൂപ മുതൽ 500 രൂപ വരെ കുറവുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഇവർക്ക് കുറഞ്ഞ തുക പ്രത്യേകമായി വൈകാതെ തന്നെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് ഇന്നും വ്യാഴാഴ്ചയുമായി ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ബുധനാഴ്ച ബാങ്ക് അവധിയാണ്. സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് ക്ഷേമ പെൻഷൻ തുക നേരിട്ട് എത്തിക്കുന്നത് ഇപ്പോൾ ആരംഭിക്കുമെങ്കിലും വിഷുവിന് മുമ്പായി നൽകി തീരാത്തവർക്കായി വിഷുവിന് ശേഷവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. വിഷുവിന് മുമ്പായി തന്നെ ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിക്കുവാനായി പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നവർ അക്കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം കേന്ദ്രവിഹിതം കൂടിയുള്ളവർ 3200 രൂപ മുഴുവനായും ലഭിച്ചോ അല്ലെങ്കിൽ കേന്ദ്രവിഹിതം ഒഴികെയുള്ള തുകയാണോ അക്കൗണ്ടുകളിൽ എത്തിയത് എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.